അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ 19-ാം ജുസ്, അധ്യായം 26, സൂറത്തു ശുഅറാ, 18 മുതൽ 37 വരെയുള്ള ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖാല അലം നുറബ്ബിക ഫീനാ വലീദൻ വലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീൻ. അവൻ, അതായത് ഫിർഔൻ പറഞ്ഞു, കുട്ടിയായിരുന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നെ ഞങ്ങൾ വളർത്തി വന്നില്ലേ? നിന്റെ ആയുഷ്കാലത്തിൽ നിന്ന് കുറെ കൊല്ലങ്ങൾ ഞങ്ങളുടെ ഇടയിൽ നീ കഴിഞ്ഞുകൂടുകയും ചെയ്തിരിക്കുന്നു. وَفَعَلْتَ فَعْلَتَكَ الَّتِي فَعَلْتَ وَأَنْتَ مِنَ الْكَافِرِينَ. നീ ചെയ്തിട്ടുള്ള, അതായത് ആ ദുഷ്പ്രവൃത്തിയും നീ ചെയ്തു. നീ കൃതജ്ഞന്മാരിൽ പെട്ടവൻ തന്നെ. മൂസ അലൈഹിസ്സലാം നബിയെ ഒരു കുറ്റവാളിയും നന്ദി കെട്ടവനും ധിക്കാരിയുമായി ചിത്രീകരിക്കുവാനാണ് ഫിർഔൻ ഇതൊക്കെ പറയുന്നത്. നീ ഒരു ചോരക്കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങൾ നിന്നെ നദിയിൽ നിന്ന് രക്ഷപ്പെടുത്തി, ഞങ്ങൾ ലാളിച്ചു വളർത്തി. വളരെക്കാലം നീ ഞങ്ങളുടെ ഇടയിൽ സുഖസമ്പൂർണമായി കഴിഞ്ഞുകൂടി. ഇതെല്ലാം ഇരിക്കവേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാളെ നീ കൊല ചെയ്ത് നാടുവിടുകയും ചെയ്തു. ഇത്രയും നന്ദികേട് കാട്ടിയതിനു ശേഷം ഇപ്പോഴിതാ ഒരു പുതിയ മതവും വാദവുമായി വന്നിരിക്കുന്നു എന്നത്രേ ഫിർഔന്റെ ആക്ഷേപം. മൂസ അലൈഹിസ്സലാം നബി അവരുടെ കൂട്ടത്തിൽ 18 കൊല്ലമാണ് കഴിഞ്ഞുകൂടിയതെന്നും അതല്ല 30 കൊല്ലമാണെന്നും പറയപ്പെടുന്നു. ദിവ്യ ദൗത്യവുമായി ഈജിപ്തിൽ വന്ന ശേഷം ഒരു കൊല്ലത്തെ പരിശ്രമം കൊണ്ടാണ് ഫിർഔന്റെ സന്നിധിയിൽ അഭിമുഖ സംഭാഷണത്തിന് അവസരം ലഭിച്ചതെന്നും ചിലർ പറഞ്ഞു കാണുന്നു. അല്ലാഹു അഅലം. ഖാല ഫഅൽതുഹാ ഇദൻ വഅന മിനദ്ദാല്ലിൻ. അദ്ദേഹം പറഞ്ഞു, ആ അവസരത്തിൽ ഞാനത് ചെയ്യുകയുണ്ടായി. ഞാൻ, അതായത് സന്മാർഗമറിയാതെ പിഴവ് ബാധിച്ചവരിൽ പെട്ടവനായിരുന്നു. ഫഫറർതു മിൻകും ലമ്മാ ഖിഫ്തുകും ഫവഹബ ലീ റബ്ബി ഹുക്മൻ വജഅലനീ മിനൽ മുർസലീൻ. അങ്ങനെ നിങ്ങളെ ഭയപ്പെട്ടപ്പോൾ നിങ്ങളിൽ നിന്ന് ഞാൻ ഓടിപ്പോയി. അനന്തരം എൻ്റെ റബ്ബ് എനിക്ക് വിജ്ഞാനം പ്രദാനം ചെയ്തു. എന്നെ അവൻ മുർസലുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. വതിൽക നിഅമതുൻ തമുന്നുഹാ അലയ്യ അൻ അബ്ബത ബനീ ഇസ്രായീൽ. അതാകട്ടെ ഇസ്രായേൽ സന്തതികളെ നീ അടിമകളാക്കി വെച്ചതിനാൽ എൻ്റെ മേൽ നീ എടുത്തു പറയുന്ന ഒരു അനുഗ്രഹമത്രേ. മൂസ അലൈഹിസ്സലാം ആദ്യമായി കുറ്റം സമ്മതിക്കുകയും ആ കൈതെറ്റ് വന്നുപോയ പരിതസ്ഥിതി വിവരിക്കുകയും ചെയ്തു. ഇന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള അറിവും ബോധവും അന്ന് എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ പക്കൽ അബദ്ധത്തിൽ വന്നുപോയ ആ കുറ്റത്തിന് നിങ്ങൾ എന്നെ കൊന്നുകളയുമെന്ന് പേടിച്ച് ഞാൻ നാടുവിടുകയാണുണ്ടായത്. ഇപ്പോൾ എനിക്ക് അള്ളാഹു വിജ്ഞാനവും പ്രവാചകത്വവും നൽകിയിരിക്കുന്നു. ആ നിലക്കാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ അവന്റെ ദൗത്യവും കൊണ്ട് വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ എനിക്ക് ചെയ്ത ചില അനുഗ്രഹങ്ങൾ എടുത്തു പറയുകയുണ്ടായി. വാസ്തവത്തിൽ അത് നിങ്ങളുടെ ഒരു അനുഗ്രഹമായി എടുത്തുദ്ധരിക്കുവാൻ സംഗതിയായത് ഇസ്രായേലിയരെ ആകമാനം നീ അടിമകളാക്കി നിർദാക്ഷിണ്യം മർദ്ദിച്ചു വന്നതുകൊണ്ടാണല്ലോ. അതില്ലായിരുന്നെങ്കിൽ മറ്റു കുട്ടികളെപ്പോലെ ഞാനും എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തിന്റെ കീഴിൽ തന്നെ വളർന്നു വരുമായിരുന്നു. ആ സ്ഥിതിക്ക് അതൊരു ദയാദാക്ഷിണ്യമായി എടുത്തു പറയുവാനില്ല എന്നൊക്കെയാണ് മൂസ അലൈഹിസ്സലാം നബി മറുപടി പറയുന്നത്. ഞങ്ങൾ ലോകരക്ഷിതാവിന്റെ ദൂതന്മാരാണെന്ന് മൂസ അലൈഹിസ്സലാം പറഞ്ഞുവല്ലോ. ഫിർഔന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ഖാല ഫിർഔനു വമാ റബ്ബുൽ ആലമീൻ. ഫിർഔൻ പറഞ്ഞു, എന്താണ് ലോകരക്ഷിതാവ്?
قال رب السماوات والأرض وما بينهما إن كنتم موقنين. അദ്ദേഹം പറഞ്ഞു, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അവയ്ക്കിടയിലുള്ളതിൻ്റെയും രക്ഷിതാവാണ് നിങ്ങൾ ദൃഢവിശ്വാസമുള്ളവരാണെങ്കിൽ. ഇത് കേട്ടപ്പോൾ അവൻ ആശ്ചര്യം പ്രകടിപ്പിച്ചു. താനല്ലാതെ മറ്റൊരു റബ്ബും ഇലാഹുമില്ലെന്ന് വാദം മുഴക്കിയിരുന്ന അവൻ അത് പരിഹാസ്യമാക്കുവാൻ ശ്രമം നടത്തി. ഖാല ലിമൻ ഹൗലഹു അലാ തസ്തമിഊൻ. അവൻ തൻ്റെ ചുറ്റുമുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുന്നില്ലേ? അതായത് ഇവൻ പറയുന്നത്, ഖാല റബ്ബുകും വറബ്ബു ആബാഇകുമുൽ അവ്വലീൻ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ രക്ഷിതാവും നിങ്ങളുടെ പൂർവികന്മാരായ പിതാക്കളുടെ രക്ഷിതാവും തന്നെ. ഇങ്ങനെ മൂസ അലൈഹിസലാം നബി കാര്യം ഒന്നുകൂടി വ്യക്തമാക്കി. പക്ഷേ ഫിർഔൻ പരിഹാസം വിട്ട് ശുണ്ഠിയിലേക്ക് നീങ്ങി. ഖാല ഇന്ന റസൂലകുമുല്ലദീ ഉർസില ഇലൈകും ലമജ്നൂൻ. അവൻ, അതായത് സദസ്യരോട് പറഞ്ഞു, നിങ്ങളുടെ അടുക്കലേക്ക് അയക്കപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ, അതായത് ഈ റസൂൽ നിശ്ചയമായും ഭ്രാന്തൻ തന്നെയാണ്. ഖാല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ ഇൻ കുൻതും തഖിലൂൻ. അദ്ദേഹം പറഞ്ഞു, ഉദയസ്ഥാനത്തിൻ്റെയും അസ്തമയസ്ഥാനത്തിൻ്റെയും അവ രണ്ടിനുമിടയിലുള്ളതിൻ്റെയും റബ്ബാകുന്നു, അതായത് അവൻ, നിങ്ങൾ മനസ്സിരുത്തുന്നുണ്ടെങ്കിൽ. ഫിർഔന് ഔദ്ധത്യം വർദ്ധിച്ചു. ന്യായത്തിൽ കൂടി സംസാരിക്കുവാൻ അവൻ വഴി കാണുന്നില്ല. അങ്ങനെ ശക്തി ഉപയോഗിക്കുവാൻ മുതിർന്ന് ഗർജിക്കുകയുണ്ടായി. ഖാല ലഇൻ ഇത്തഖദ്ത ഇലാഹൻ ഗൈരി ലഅജ്അലന്നക മിനൽ മസ്ജൂനീൻ. അവൻ പറഞ്ഞു, ഞാനല്ലാത്ത വല്ല ഇലാഹിനെയും നീ സ്വീകരിക്കുകയാണെങ്കിൽ നിശ്ചയമായും ഞാൻ നിന്നെ തടവുകാരുടെ കൂട്ടത്തിലാക്കുക തന്നെ ചെയ്യും. ഖാല അവലൗ ജിഅ്തുക ബിശൈഇൻ മുബീൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ സുപ്രത്യക്ഷമായ ഒരു കാര്യം, അതായത് ദൃഷ്ടാന്തം നിനക്ക് കൊണ്ടുവന്നാലോ? അതായത് നീ സമ്മതിക്കുകയില്ലേ? ഖാല ഫഅതി ബിഹി ഇൻ കുൻത മിനസ് സാദിഖീൻ. അവൻ പറഞ്ഞു, എന്നാൽ നീ അത് കൊണ്ടുവരിക, നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ. ഫഅൽഖാ അസാഹു ഫഇദാ ഹിയ സുഅ്ബാനും മുബീൻ. അങ്ങനെ അദ്ദേഹം തൻ്റെ വടി, അതായത് താഴെയിട്ടു. അപ്പോഴതാ അതൊരു പ്രത്യക്ഷമായ പാമ്പ്. വനസഅ യദഹു ഫഇദാ ഹിയ ബൈദാഉ ലിന്നാളിരീൻ. അദ്ദേഹം തൻ്റെ കൈ, അതായത് കക്ഷത്തു നിന്ന് പുറത്തേക്കെടുത്തു. അപ്പോഴതാ നോക്കുന്നവർക്ക് അതൊരു വെളുത്ത വസ്തു. ഫിർഔൻ ശക്തി ഉപയോഗിക്കാനുള്ള ഭാവമാണെന്ന് കണ്ടപ്പോൾ മൂസ അലൈഹിസലാം ന്യായവാദത്തിൽ നിന്നും ദൃഷ്ടാന്തത്തിലേക്ക് തിരിഞ്ഞു. കണ്ടാൽ ആരും സമ്മതിക്കത്തക്ക ദൃഷ്ടാന്തം കാട്ടിത്തന്നാൽ സമ്മതിക്കുമോ എന്നായി. എന്നാൽ അതൊന്നു കാണട്ടെ എന്ന് ഫിർഔനും. പക്ഷേ മൂസ അലൈഹിസലാം നബി വടിയുടെയും കയ്യിന്റെയും ദൃഷ്ടാന്തങ്ങൾ കാണിച്ചപ്പോൾ ജാലവിദ്യയാണെന്ന് പറഞ്ഞ് തള്ളുവാനും ദുർവ്യാഖ്യാനം ചെയ്യുവാനും ഫിർഔൻ മുതിരുകയുണ്ടായി. ഖാല ലിൽമലഇ ഹൗലഹു ഇന്ന ഹാദാ ലസാഹിറുൻ അലീം. തൻ്റെ ചുറ്റുമുള്ള പ്രമുഖന്മാരോട് അവൻ, അതായത് ഫിർഔൻ പറഞ്ഞു, നിശ്ചയമായും
ഇവൻ അറിവുള്ള, അതായത് നിപുണനായ ഒരു ജാലവിദ്യക്കാരൻ തന്നെ. യുരീദു അൻ യുഖ്രിജകും മിൻ അർദികും ബിസിഹ്രിഹി ഫമാദാ തഅ്മുറൂൻ. അവൻ തന്റെ ജാലവിദ്യ കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കുവാൻ ഉദ്ദേശിക്കുകയാണ്. അതിനാൽ, അതായത് അവനെപ്പറ്റി നിങ്ങൾ എന്ത് നിർദ്ദേശിക്കുന്നു? ഖാലൂ അർജിഹ് വഅഖാഹു വബ്അസ് ഫിൽ മദാഇനി ഹാശിരീൻ. അവർ പറഞ്ഞു, അവനും അവന്റെ സഹോദരനും ഇടകൊടുക്കുക, നഗരങ്ങളിൽ ശേഖരിക്കുന്ന ആളുകളെ നിയോഗിക്കുകയും ചെയ്യുക. യഅ്തൂക ബികുല്ലി സഹ്ഹാരിൻ അലീം. അവർ എല്ലാ അറിവുള്ള, അതായത് നിപുണന്മാരായ ജാലവിദ്യക്കാരെയും അങ്ങയുടെ അടുക്കൽ കൊണ്ടുവരട്ടെ. മൂസ കാണിച്ചത് ഒരു ദിവ്യ ദൃഷ്ടാന്തമൊന്നുമല്ല, ജാലവിദ്യ മാത്രമാണ്. ജാലവിദ്യ എന്നർത്ഥം കൽപ്പിച്ച സിഹ്ർ എന്ന വാക്കിൽ പല ഇനങ്ങളും ഉൾപ്പെടുമെന്ന് സൂറത്തുൽ ബഖറ 102-ന്റെയും ത്വാഹ 66-ന്റെയും വിവരണത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. പക്ഷേ അവനതിൽ നിപുണനാണ്. അതുവഴി അവൻ ജനങ്ങളെ വശീകരിച്ച് നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുവാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ഫിർഔൻ സമർത്ഥിച്ചു. എങ്കിലും ഇനി എന്തു വേണമെന്നറിയാതെ കുഴങ്ങി. ദർബാറിലുള്ളവരോട് നിർദ്ദേശം തേടി. തൽക്കാലം മൂസ അലൈഹിസലാം നബിയെയും സഹോദരൻ ഹാറൂൻ അലൈഹിസലാം നബിയെയും ഒഴിവാക്കി വിടുവാനും നാട്ടിലെല്ലാമുള്ള സമർത്ഥരായ ജാലവിദ്യക്കാരെ ശേഖരിച്ച് കൊണ്ടുവന്ന് ഒരു മത്സരം നടത്തുവാനും അവർ അഭിപ്രായപ്പെട്ടു. പെട്ടെന്ന് മൂസ അലൈഹിസലാം നബിയെ കൊല ചെയ്യുകയോ മറ്റോ ചെയ്താൽ അത് ജനങ്ങളിൽ ആശയക്കുഴപ്പവും ആശങ്കയും ഉളവാക്കിയേക്കുമെന്ന് അവർ കരുതിയിരിക്കാം. ഏതായാലും വമ്പിച്ച ഒരു ജനാവലിയുടെ മുമ്പിൽ വെച്ച് പരസ്യമായി തന്നെ അത് നൽകണമെന്ന് അള്ളാഹുവും ഉദ്ദേശിച്ചു.